കർമ്മ എന്നത് എത്ര ശരിയായ ഒന്നാണ്. നാം ഇന്ന് ചെയ്യുന്നത് എന്താണോ അതിനുള്ള മറുപടി നാളെ നമുക്ക് ലഭിക്കും. അത് നല്ലതാണെങ്കിലും ചീത്തതാണെങ്കിലും. സിനിമയെ വെല്ലുന്ന കഥകളാണ് ഇപ്പൊ സിനിമാ രംഗത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് 2 ദിവസം മുൻപ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ താരസംഘടനയായ അമ്മയിലെ മുഴുവൻ അംഗങ്ങളും രാജിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. നടി പാർവതി തിരുവത്ത് പറഞ്ഞതുപോലെ ഭീരുത്വം എന്ന് തന്നെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ജനം ആരാധിക്കുന്ന പല പ്രമുഖ നടന്മാരുടെയും പേരുകൾ പുറത്തു വന്നപ്പോൾ മലയാള സിനിമയുടെ കാലാകാലങ്ങളായി കളങ്കപ്പെടുത്താതിരുന്ന ആ ഒരു സൽപ്പേര് ഇപ്പൊ തകർന്നടിഞ്ഞൊരു അവസ്ഥയിലാണ്. ഇന്ത്യൻ സിനിമാ ലോകത്ത് മലയാള സിനിമയുടെ സ്ഥാനം ഒരുപാട് ഉയരെയാണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. മറ്റ് ഭാഷയിൽ നിന്നുള്ള ആക്ടേഴ്സ് എന്നും മലയാള സിനിമയെ വളരെ ആദരവോടുകൂടിയാണ് കാണുന്നത്. അത് തന്നെ നമ്മൾ ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. നല്ല നടന്മാരാണെങ്കിലും നല്ല സംവിധായകരാണെങ്കിലും നല്ല കഥാകൃത്തുക്കളാണെങ്കിലും ഇനി നല്ലൊരു മൂവി മേക്കിംഗ് എന്ന നിലയിലും മലയാള സിനിമ എന്നും വളരെ ഉയരെ തന്നെയായിരുന്നു. എന്നാൽ ആ അഭിമാനം തച്ചുടച്ചിരിക്കുകയാണ് മലയാള സിനിമയിലെ ചില അംഗങ്ങൾ. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് കുറച്ചു കാലങ്ങളായിട്ട് ഈ സിനിമാ മേഖലയിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട നാൾ മുതൽ മലയാള സിനിമയ്ക്ക് തുടങ്ങിയ ശനിദശ ഇപ്പൊ മൂർധന്യ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണെന്ന് തന്നെ പറയാം. കലാകാരന്മാർ എന്നും നന്മയുള്ളവരാണെന്നുള്ള ജനങ്ങളുടെ ഒരു വിശ്വാസം ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. സിനിമാ പ്രവർത്തകർക്ക് നേരെയുള്ള ലൈംഗിക ആരോപണങ്ങളുടെ സത്യാവസ്ഥ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഇതുവരെ ഒരു അക്ഷരം ഉരിയാടാതെ നിൽക്കുന്ന താരരാജാക്കന്മാർ, കൂട്ടരാജിയുടെ പിന്നിലുള്ള തന്ത്രം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ടോക്ക് സ്പേസിലൂടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ കാണുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഈ ചാനലിൽ വരുന്നത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഞാൻ സ്വാതി ശ്രീ കെ. ലെറ്റ് us talk about everything. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. ശബ്ദമുയർത്തേണ്ട സ്ഥലത്ത് ശബ്ദമുയർത്തണം. നോ പറയേണ്ടയിടത്ത് നോ പറയണം. അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമാകുന്ന പല അവസരങ്ങളും ഓപ്പർച്യൂണിറ്റിയും ആണെങ്കിൽ അത് വിധിച്ചിട്ടില്ല എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം. നഷ്ടപ്പെടുന്ന അഭിമാനം ഏതൊരു അവസരം ലഭിച്ചാലും പിന്നീട് ഒരിക്കലും തിരിച്ചു ലഭിക്കില്ല. സിനിമയിലേക്ക് കാലെടുത്ത് വെക്കുന്ന പുതുതലമുറയ്ക്കുള്ള ഒരു ഉപദേശം കൂടിയാണിത്. അഭിനയത്തിനുപരി മറ്റെന്തെങ്കിലും സിനിമ എന്ന സംവിധാനം ആവശ്യപ്പെട്ടാൽ ആ അവസരം നിഷേധിച്ച് തിരികെ പോരുകയാണ് വേണ്ടത്. നമ്മൾ ഇത്രയും കാലം ചിന്തിച്ചിരുന്ന ഒരു മേഖലയല്ല സിനിമാ മേഖല. സിനിമയെ കുറിച്ച് കേട്ട് കേൾവികൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ടെങ്കിലും സത്യം പുറത്തു വരുമ്പോൾ നമ്മൾ എല്ലാവരും ഞെട്ടുകയാണ് അല്ലെ. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് സംരക്ഷണം ലഭിച്ചില്ലെങ്കിൽ പിന്നെ നിയമവും കോടതിയും എന്തിനാണ്? നടി ആക്രമിക്കപ്പെട്ടപ്പോൾ ഇരയ്ക്ക് ഒപ്പം എന്നും അല്ലെങ്കിൽ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ സംരക്ഷിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണെന്നും ശക്തമായിട്ട് വാദിച്ചവരാണ് ഇന്ന് ആരോപണ വിധേയരായിരിക്കുന്നത്. സംവിധായകൻ രഞ്ജിത്ത്, സിദ്ദിഖ്, മുകേഷ്, ജയസൂര്യ, മണിയംപിള്ള രാജു, അതുപോലെ തന്നെ ബാബുരാജ്, ഇടവേള ബാബു തുടങ്ങിയ താരങ്ങൾ ആരോപണ വിധേയരാകുമ്പോൾ ഇനി അടുത്തത് ആര് എന്നുള്ള ചോദ്യമാണ് ജനം ചോദിക്കുന്നത്. പേരുകൾ ഇനിയും പുറത്തു വരാനുണ്ട്. പല പേരുകളും പുറത്തു പറഞ്ഞാൽ മലയാള സിനിമ താറുമാറാകുമെന്ന് അറിയാം. ഒരു കാര്യം ഉറപ്പാണ്, പലരും ഇപ്പോൾ പേരുകൾ പുറത്തു വരാതിരിക്കാൻ പരാതി ഉന്നയിക്കാൻ സാധ്യതയുള്ളവർക്ക് പണം കൊടുത്ത് ഒതുക്കി കാണും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പാണ്. ഇതെല്ലാം ജനത്തിന് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതു മുതൽ ഒരക്ഷരം പോലും ഉരിയാടാതെ നിൽക്കുന്ന താരരാജാക്കന്മാർ എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ മൗനം പാലിച്ചുകൊണ്ടിരിക്കുന്നത്? ആരെയാണ് ഇവർ സംരക്ഷിക്കുന്നത്? അമ്മ സംഘടനയിൽ നിന്നും കൂട്ടരാജി വെച്ചത് ആരുടെ ചോദ്യങ്ങളെ ഭയന്നാണ്? മാധ്യമങ്ങളുടെയാണോ? എത്ര കാലം ഇതിനൊരു മറുപടി പറയാതെ താരരാജാക്കന്മാർ ഒഴിഞ്ഞു മാറി നിൽക്കും? ഇത് നടന്നത് മറ്റൊരു തൊഴിൽ മേഖലയിലല്ല, സിനിമാ മേഖലയിലാണ്. അതിന്റെ തലപ്പത്തിരിക്കുന്ന സൂപ്പർ സ്റ്റാർ എന്നും ജനം നെഞ്ചോട് ചേർത്ത് വെക്കുന്ന താരങ്ങളാണ് അവരൊക്കെ. അവർ ഉത്തരം പറഞ്ഞേ മതിയാകൂ ജനങ്ങളോട്. ഇപ്പൊ പ്രൊമോഷനുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഫോട്ടോകൾക്കൊക്കെ ഇട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിശേഷം സ്ഥിരം പങ്കിടുന്നവരാണ് എന്തുകൊണ്ട് ഇതിനെ കുറിച്ച് പറയുന്നില്ല? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും ഈ കാര്യങ്ങളെ കുറിച്ചും. കാരണം മറ്റൊന്നുമല്ല, സിനിമയിൽ ഇത് സ്വാഭാവികമാണ് എന്നതാണ് അവരുടെ മൗനത്തിനർത്ഥം. സിനിമ എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെന്റുകളുടെ ഒരു മേഖലയാണ്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇത്രയും നടന്നിട്ടും ഇവരാരും ഒരക്ഷരം മിണ്ടാതിരിക്കുന്നത്. ആരോപണ വിധേയരായ പ്രമുഖരിൽ പലരും സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നവരായിരുന്നു അല്ലെ.
ഇവരൊന്നും അവർക്കെതിരെ വന്ന ആരോപണം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുമില്ല. എന്തുകൊണ്ടാണ്? അവരുടെ മൗനം കുറ്റബോധമായി മാറിക്കഴിഞ്ഞു. ചെയ്ത തെറ്റ് അവർ അംഗീകരിച്ചു എന്നല്ലേ അതിനർത്ഥം. സങ്കടമുണ്ട് ശരിക്കും പറഞ്ഞാൽ. കാരണം ഈ ആരോപണ വിധേയരായവർക്കെല്ലാം കുടുംബമുള്ളതാണ്. നമുക്കറിയാം ആ കുടുംബത്തിന് ഈ ആരോപണങ്ങൾ എത്രത്തോളം താങ്ങാൻ കഴിയുമെന്ന് ആർക്കും അറിയില്ല. പക്ഷേ തെറ്റ് എത്ര കാലം കഴിഞ്ഞാലും തെറ്റ് തന്നെയാണ്. പുറമെ ഇപ്പൊ നന്മമരമായും അകത്ത് ക്രിമിനൽ ചിന്താഗതി ഉള്ളവരാണ് സിനിമയിൽ പലരും. സിനിമയെ ഒന്നടങ്കം കുറ്റം പറയാൻ സാധിക്കില്ല നമുക്ക്. നല്ലവരായ ഒരുപാട് കലാകാരന്മാരുള്ള ഒരു മേഖലയാണ് സിനിമ. പക്ഷേ ഇത്തരത്തിലുള്ള ഭീകരമായ കുറ്റങ്ങൾ അവിടെ നടക്കുമ്പോൾ ഇതറിഞ്ഞിട്ടും പലരും ഇത് കണ്ണടച്ച് കളഞ്ഞു എന്നുള്ളതാണ് ജനത്തെ സങ്കടകരമാക്കുന്ന കാര്യം. നമുക്കറിയാം സിദ്ദിഖിനെയും മുകേഷിനെയും കുറിച്ച് ഇതിനു മുൻപും പല ആരോപണങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വരുന്നതിന് മുൻപും പല മാസികളും ഇത് പുറത്തു കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളാണ്. അന്ന് അതെല്ലാം റൂമറുകളാണെന്ന് പറഞ്ഞ് എല്ലാവരും തള്ളിക്കളയുകയായിരുന്നു. പക്ഷേ സത്യം ഒരു നാൾ പുറത്തു വരുമെന്ന് കാലം തെളിയിച്ചു അല്ലെ. എത്ര കാലം ജനത്തെ വിഡ്ഢിയാക്കി ഇവർക്കൊക്കെ ഇങ്ങനെ സുഖിച്ച് നടക്കാൻ സാധിക്കും? സാധാരണക്കാരുടെ വിയർപ്പ് തന്നെയാണ് ഇവരെ ഓരോരുത്തരെയും താരങ്ങളാക്കിയതും. നമ്മൾ ജനങ്ങൾ തിയേറ്ററിൽ പോയി കൈയടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഇവരൊന്നും ഇന്ന് നടന്മാരോ വലിയ വലിയ താരങ്ങളോ ആവില്ലായിരുന്നു. ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഇനി വരുന്ന തലമുറകളും സിനിമ എന്ന ചതിക്കുഴിയിൽ ഒന്നും അറിയാതെ വീഴുമായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപിയോട് മാധ്യമങ്ങൾ ഹേമ കമ്മിറ്റിയെ കുറിച്ച് ചോദിച്ചപ്പോ അദ്ദേഹം വളരെ ക്ഷുഭിതനായിട്ട് മാധ്യമങ്ങൾക്ക് നേരെ ഗർജിക്കുന്നത് നമ്മൾ കണ്ട കാഴ്ചയാണ്. ജനങ്ങൾ തെരഞ്ഞെടുത്ത് ജയിപ്പിച്ച ജനപ്രതിനിധിയാണ് അദ്ദേഹം. മാധ്യമങ്ങൾ ചോദിക്കുന്നത് ജനങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ്. അതിന് അദ്ദേഹം നൽകേണ്ട വ്യക്തമായ മറുപടിയായിരുന്നു. അല്ലാതെ മാധ്യമങ്ങളോട് അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന് കരുതി മാധ്യമങ്ങൾക്ക് നേരെ കയ്യേറ്റം നടത്താൻ അദ്ദേഹത്തിന് അധികാരമില്ല. ഒരു നടനായിരുന്നു എന്ന നിലയിൽ സിനിമാ മേഖലയെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിനുള്ള വ്യക്തമായ ഉത്തരം നൽകണം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്നും കമ്മീഷണർ എന്ന സിനിമയിൽ നിന്നും ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കാം. അദ്ദേഹം ഇപ്പോഴും കഥാപാത്രമായി തന്നെയാണ് ജീവിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ പ്രതിനിധി, ജനപ്രതിനിധി എന്നതിനുപരി സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരു പ്രതിനിധി കൂടിയാണ് അദ്ദേഹം. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം നൽകേണ്ടത് സുരേഷ് ഗോപിയുടെ കടമയാണ്. ഇപ്പൊ മുകേഷ്, സിദ്ദിഖ് തുടങ്ങിയവർ സുരേഷ് ഗോപിയുടെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരിക്കാം. പക്ഷേ അവർക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം വന്നിട്ടുണ്ടെങ്കിൽ അത് മാധ്യമങ്ങൾക്ക് സുരേഷ് ഗോപി നൽകേണ്ട മറുപടി ഇങ്ങനെ ആയിരുന്നില്ല. മറ്റൊന്ന്, അമ്മ എന്ന സംഘടന പിരിച്ചുവിടാനുള്ള തീരുമാനം വലിയൊരു അബദ്ധം തന്നെയായിപ്പോയി. അമ്മ സംഘടന യുവതലമുറകൾക്ക് കൈമാറാമായിരുന്നു. കൂട്ടരാജി ഒരു തോൽവിയായിരുന്നു. അതിനർത്ഥം അമ്മ എന്ന സംഘടന ഈ ആരോപണങ്ങൾ ശരിവെച്ചു എന്നുള്ളൊരു തെളിവാണ്. അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഒരു നിലപാടും അറിയിക്കാതെയാണ് രാജി നൽകിയത്. ലാലിനൊപ്പം മറ്റു താരങ്ങളും രാജിവെച്ചു. എന്തിനാണ്? ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനു രാജിവെക്കണം? സിദ്ദിഖ്, രഞ്ജിത്ത് തുടങ്ങിയവർ രാജിവെച്ചതിൽ തെറ്റില്ല. കാരണം എന്താണ്? അവർ കുറ്റാരോപിതരാണ്. കേസ് ചാർജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അമ്മയിലുള്ള മറ്റുള്ളവർ എന്തിനു രാജിവെച്ചു? അതൊരു സംഘടനയെ മാത്രമല്ല സിനിമാ മേഖലയെ മൊത്തം നാണം കെടുത്തിയ ഒരു തീരുമാനമായി പോയി. ഇപ്പോൾ പൃഥ്വിരാജ്, അതുപോലെ ടൊവിനോ, ആസിഫ് അലി പോലുള്ള പുതിയ തലമുറകൾ സംഘടന ഭരിക്കട്ടെ. അത് നല്ല തീരുമാനം തന്നെയാണ്. പുതിയ തീരുമാനങ്ങളും പുതിയ നിലപാടുകളും സിനിമാ മേഖലയിൽ വരട്ടെ. മാറ്റങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ സിനിമാ മേഖലയിലെ സ്ത്രീകൾക്ക് സമാധാനമായി ജോലി ചെയ്യാനും സുരക്ഷിതരായി അവരുടെ തൊഴിൽ മേഖലയിൽ നിൽക്കാനും ഉള്ള ഒരു ഉറപ്പ് ഇനി വരാൻ പോകുന്നവർ ആരാണെങ്കിലും ഉറപ്പ് നൽകേണ്ടത് തന്നെയാണ്. തെറ്റുകളെല്ലാം തിരുത്തി മലയാള സിനിമയിൽ വലിയ മാറ്റങ്ങൾ വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം, അല്ലെ? അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ.